നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ട്യൂബ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇന്ന് എന്താണ് ആന്റി കൊയാഗുലന്റ്, ഏതൊക്കെ ട്യൂബുകളാണ് കോമൺ ലബോറട്ടറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആന്റി കൊയാഗുലന്റ് എന്ന് പറയുന്നത് കൊയാഗുലേഷനെ പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളെയാണ് നമ്മൾ ആന്റി കൊയാഗുലന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കൊയാഗുലേഷൻ നമുക്ക് നോക്കണം. നമുക്ക് എന്താണ് കൊയാഗുലേഷൻ നോക്കാം. നമ്മൾ ബ്ലഡ് കുറച്ച് സമയം വെച്ച് ക്ലോട്ട് ആയിട്ടുള്ള സ്പെസിമെൻ ആണ്. ഇത് ക്ലോട്ട് ആക്ടിവേറ്റർ എന്ന് പറയുന്ന ബോട്ടിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ബ്ലഡ്, ക്ലോട്ട്, ഫ്ലൂയിഡ് പാർട്ട് സെപ്പറേറ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണ് കൊയാഗുലേഷൻ. അതായത് ബ്ലഡ് കുറച്ച് സമയം ഇരുന്ന് ക്ലോട്ട് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ആന്റി കൊയാഗുലന്റ് എന്ന് പറയുന്ന കെമിക്കൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ഒരു EDTA സ്പെസിമെൻ കാണാം. ഇതൊരു ആന്റികൊയാഗുലേറ്റഡ് ബോട്ടിലാണ്, അതായത് EDTA എന്ന് പറയുന്ന ആന്റികൊയാഗുലന്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ബ്ലഡ് ഒരു രീതിയിലും കട്ട പിടിച്ചിട്ടില്ല, വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഇതിലൊരു ക്ലോട്ട് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലഡ് ക്ലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആന്റികൊയാഗുലന്റ് യൂസ് ചെയ്യുന്ന ബ്ലഡും ആന്റികൊയാഗുലന്റ് യൂസ് ചെയ്യാത്ത ബ്ലഡും തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്താണ് ആന്റികൊയാഗുലന്റ്? ആന്റികൊയാഗുലന്റ് മെയിൻ ആയിട്ട് നമുക്ക് പല ടൈപ്പ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യാം. നാച്ചുറൽ ആന്റികൊയാഗുലന്റ്, ആർട്ടിഫിഷ്യൽ ആന്റികൊയാഗുലന്റ്. നാച്ചുറൽ ആന്റികൊയാഗുലന്റ് ആണ് ഹെപ്പാരിൻ, ഹിരോഡിൻ എന്ന് പറയുന്നതെല്ലാം നാച്ചുറൽ ആയിട്ട് വരുന്ന ആന്റികൊയാഗുലന്റ്. നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ ആയിട്ട് ബ്ലഡ് ഇങ്ങനെ കട്ട പിടിക്കാതെ പോകുന്നത് ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ആന്റികൊയാഗുലന്റ് നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. നമ്മൾ അതിനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ട്യൂബിലാക്കുമ്പോൾ ഹെപ്പാരിൻ, സോഡിയം ഹെപ്പാരിൻ എന്ന് പറയുന്ന ട്യൂബാണ് ഇത് നമുക്ക് സ്പെഷ്യൽ ടെസ്റ്റ് പർപ്പസ് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ഇതാണ് ഹെപ്പാരിനേറ്റഡ് ബ്ലഡ് ട്യൂബ്. ഈ ആർട്ടിഫിഷ്യൽ ആന്റികൊയാഗുലന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EDTA, സോഡിയം സിട്രേറ്റ്, പിൻഡ്രോപ്സ് മിക്സ്ചർ, ഇതൊക്കെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ആന്റികൊയാഗുലന്റ്. അപ്പൊ ഇതാണ് അതിൽ EDTA. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ബ്ലഡിലെ കംപ്ലീറ്റ് കൗണ്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ആന്റികൊയാഗുലന്റ് ആണ് EDTA. EDTA നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ESR, ട്രൈസോഡിയം സിട്രേറ്റ് എന്ന് പറയും. 3.8% ആണ് ഇതിന്റെ ഇത് വരുന്നത്. ഇത് ഓൺലി ഫോർ ESR. അപ്പൊ അത് നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അടിയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇതൊരു വെറ്റ് ആന്റികൊയാഗുലന്റ് ആണ്. ഓക്കെ, ഇതൊരു 1:4 റേഷ്യോ. 1:4 റേഷ്യോ എന്ന് പറയുന്നത് ഇതിലെ 1/4 ആന്റികൊയാഗുലന്റും ബാക്കി ഭാഗം നമ്മൾ ബ്ലഡും വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഈ മാർക്കിംഗ് വരെയാണ് നമ്മൾ ഇതിൽ ബ്ലഡ് എടുക്കുന്നത്. അപ്പൊ ഈ വെറ്റ് ആന്റികൊയാഗുലന്റിലോട്ട് ബ്ലഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ബ്ലഡിൽ ഐസ് ആവത്തൊന്നുമില്ല, പക്ഷെ നമുക്കതിന്റെ മോർഫോളജി അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല സെൽസിന്റെ. അപ്പൊ എപ്പോഴും നല്ലത് ഡ്രൈ ആന്റികൊയാഗുലന്റ് ആണ്. EDTA പോലെയുള്ള ഡ്രൈ ആന്റികൊയാഗുലന്റ് ആണ് എപ്പോഴും നമ്മുടെ CBC അല്ലെങ്കിൽ സെൽ മോർഫോളജിക്ക് ഏറ്റവും നല്ലത്. ഇതിൽ നിങ്ങൾക്ക് വെറ്റ്നെസ് ഒന്നും കാണാനില്ല, പൗഡർ ആണ്. ഇതാണ് അതും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്ത ഒരു വെറ്റ് ആന്റികൊയാഗുലന്റ് ആണ് 3.2% ഉള്ള സോഡിയം സിട്രേറ്റ്. ഇതും നമ്മളൊരു 1:9 റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിലും ബ്ലഡ് എടുക്കുന്ന മാർക്കിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെറ്റ് ആന്റികൊയാഗുലന്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ PTINR എന്ന് പറയും, കൊയാഗുലേഷൻ സ്റ്റഡീസ്. PTINR, APTT അതുപോലെയുള്ള കൊയാഗുലേഷൻ ടെസ്റ്റുകൾക്കാണ് നമ്മൾ ഈ ട്യൂബ് ചൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ക്ലോട്ട് ആയിട്ടിരിക്കാൻ ബയോകെമിസ്ട്രി പോലെയുള്ള ടെസ്റ്റുകൾക്ക് സിറം സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് റെഡ് ട്യൂബ്. ഇതിനകത്ത് ഒന്നുമില്ല, പ്ലെയിൻ ട്യൂബാണ്. അപ്പൊ ഇത്രയുമാണ് കോമൺ ലബോറട്ടറികളിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ആന്റികൊയാഗുലേറ്റഡ് ട്യൂബ്. ഇനി എന്താണ് സിറം, എന്താണ് പ്ലാസ്മ നോക്കാം. ഇതിനകത്ത് ബ്ലഡ് എടുത്ത് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് വരുന്ന ഫ്ലൂയിഡ് പാർട്ടാണ് പ്ലാസ്മ. ഇതിനകത്ത് ബ്ലഡ് എടുത്ത് സെപ്പറേറ്റ് ആയി വരുന്ന ഫ്ലൂയിഡ് പാർട്ടാണ് സിറം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ EDTA ഒരിക്കലും ബ്ലഡ് കട്ട പിടിക്കുന്നില്ല. അപ്പൊ ബ്ലഡ് കട്ട പിടിക്കാതെ അതിനകത്ത് ആന്റികൊയാഗുലന്റ് യൂസ് ചെയ്തിട്ട് ഗ്ലോബുലിൻ, ആൽബുമിൻ, ഫൈബ്രിനോജൻ എന്ന് പറയുന്ന 3 ടൈപ്പ് ഘടകങ്ങളും കൂടി വരുന്ന ഒരു ഫ്ലൂയിഡ് ആണ് പ്ലാസ്മ. പക്ഷെ സിറത്തിനകത്ത് നമുക്ക് ഫൈബ്രിനോജൻ ഉണ്ടാവില്ല. ബ്ലഡ് കട്ട പിടിക്കുമ്പോൾ ഫൈബ്രിനോജൻ ഓട്ടോമാറ്റിക്കലി ആ ക്ലോട്ടിലോട്ട് പോയിട്ട് ആൽബുമിനും ഗ്ലോബുലിനും മാത്രമാണ് സിറത്തിനകത്ത് കാണപ്പെടുന്നത്. ഇതാണ് സിറവും പ്ലാസ്മയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ സിറത്തിൽ ചെയ്യേണ്ട ടെസ്റ്റുകളെല്ലാം ക്ലോട്ട് ആക്ടിവേറ്ററും, പ്ലാസ്മയിൽ ചെയ്യേണ്ട ടെസ്റ്റുകളെല്ലാം ബാക്കി നമ്മുടെ ഇത്രയും ട്യൂബുകളിൽ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. മെയിൻ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് ചൂസ് ചെയ്യുന്നത് EDTA ആണ്.
ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ട്യൂബും കൂടിയുണ്ട്. ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷന് യൂസ് ചെയ്യുന്ന സോഡിയം ഫ്ലൂറൈഡ് പൊട്ടാസ്യം ഓക്സലേറ്റ് ട്യൂബ്. ഗ്രേ കളറാണ് അതിന്റെ ക്യാപ്പ് വരുന്നത്. അതിനകത്ത് പൊട്ടാസ്യം ഓക്സലേറ്റ് ആന്റികോയാഗുലന്റ് ആയിട്ടും സോഡിയം ഫ്ലൂറൈഡ് അതിന്റെ പ്രിസർവേറ്റീവ് ആയിട്ട്, അതായത് ബ്ലഡ് ഷുഗർ ലെവൽ നമ്മൾ ഒത്തിരി സമയം നമുക്ക് ടെസ്റ്റ് സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ബ്ലഡ് ഒരു 7 മണിക്ക് എടുത്ത സാമ്പിൾ ഒരു 10 മണിക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഷുഗറിന്റെ വാല്യൂവിൽ ചെറിയ രീതിയിൽ വ്യത്യാസം വരും. അപ്പോൾ ആ ഷുഗറിന്റെ വാല്യൂവിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ സോഡിയം ഫ്ലൂറൈഡ് എന്ന് പറയുന്ന പ്രിസർവേറ്റീവ്. അതിനെ ചൂസ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും നല്ലത് തിരക്കുള്ള ലാബുകളിൽ ഒത്തിരി സമയം കഴിഞ്ഞൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുള്ളൂവെങ്കിൽ അവർക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സോഡിയം ഫ്ലൂറൈഡ് പൊട്ടാസ്യം ഓക്സലേറ്റ് മിക്സ്ചർ.